മുത്തശ്ശി എപ്പോഴാ മാവേലി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? അദ്ദേഹത്തിന് എപ്പോഴാ വരാൻ പറ്റുന്നത് അപ്പോൾ. പക്ഷേ ഞാനിതുവരെ മാവേലിയെ കണ്ടിട്ടേ ഇല്ല. നല്ല കുട്ടികൾക്ക് മാവേലി നേരിൽ കാണാൻ പറ്റൂ. നിങ്ങൾ കുസൃതി കുട്ടികളല്ലേ? നോക്ക് നോക്ക്, ഇതേതോ ബാലെ ട്രൂപ്പിൽ നിന്ന് ചാടിയ പാർട്ടിയാണെന്നാ തോന്നുന്നത്. വട്ടുമൂത്ത് കാണും. പിടിച്ചു വാങ്ങിച്ചു രണ്ട് പറ്റിച്ചങ്ങ് വിട്ടാലോ? വിട്ടേരെ, തലയ്ക്ക് വെളിയില്ലാത്ത പോലെ ഓരോന്ന് കാണിക്കുന്നത് നാമത്തിന് നോക്കണം. നീ ചീട്ടിറക്ക്. എണീറ്റ് വാട ഇങ്ങോട്ട്. ആ വാ, നമുക്കൊരു തമാശ കാണിച്ചാലെന്ത്? വാ. ഡേയ്, ഇയാളുടെ തലയിരിക്കണ സ്വർണ്ണമാണോടെ? ഒന്ന് പരിശോധിച്ചങ്ങ് വിട്ടാലെന്ത്? കിട്ടിയ അത്ര നിസ്സാരമൊന്നുമല്ല. ഡേയ്, തനി സ്വർണ്ണമാ? ഊരാ ആസ്തിയുള്ള കുടുംബത്തിലുള്ളവന്മാർ വട്ടുപിടിച്ച ഇങ്ങനെ ഇരിക്കും. എന്തായാലും നമുക്ക് പോലീസുകാരന്മാരും കണ്ടാ ഇടിച്ച് നന്നായി. കമ്പൽ കമ്പലില്ലേ? എല്ലാം ഊരിയല്ലേ? എന്തൊരു മുടി, എല്ലാം ഊരിയല്ലേ? വാ പോവാ. വാ, കൊള്ളാം, കോളായി. എങ്ങോട്ടാ? ഞാൻ എന്റെ നാട് കാണാൻ ഇറങ്ങിയതാ കുട്ടികളെ. അതെ, ഞാൻ പണ്ട് ഭരിച്ചിരുന്ന നാട്, മലനാട്. എന്റെ പ്രജകളുടെ ക്ഷേമാശ്വര്യങ്ങൾ കാണാൻ ഇറങ്ങിയതാ. അപ്പോൾ അങ്ങാരാണ്? ഞാനാണ് മഹാബലി. ഞങ്ങൾ പോരാൻ നേരത്തെ മുത്തശ്ശി മാവേലിയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. മുത്തശ്ശി പറഞ്ഞു ഞങ്ങൾ കുസൃതി കുട്ടികളായോണ്ട് നമുക്ക് മാവേലിയെ കാണാൻ പറ്റില്ലെന്ന്. നിങ്ങൾ കുസൃതി കുട്ടികളല്ല, നല്ല കുട്ടികളാ.
മുത്തശ്ശി പറഞ്ഞു തരാറുള്ള മാവേലിയുടെ വേഷം ഇതല്ലല്ലോ. ഞാൻ അതേ വേഷത്തിലാണ് വന്നത്. പക്ഷേ എന്റെ കേരള നാട്ടിലെ പ്രജകൾ എന്നെ കൊള്ളയടിച്ചു. ഓ കഷ്ടം, മാവേലിയെ കൊള്ളയടിച്ചോ? ഞാൻ ഭരിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ കുട്ടികളെ. ഇതിനു മുമ്പ് അദൃശ്യനായാണ് വന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഇങ്ങനെ ഒന്ന് വന്നു നോക്കാമെന്ന് കരുതി. അപ്പോഴത്തെ അനുഭവം ഇതാണ്. അപ്പൂപ്പ, ഇതാണ് ഇന്നത്തെ കേരളം. അങ്ങ് യഥാർത്ഥ പ്രജകളെ കാണണമെങ്കിൽ ഓണാഘോഷം അല്ലാത്തൊരു നാളിൽ വരണം. അങ്ങനെ വരാൻ എനിക്ക് നിവൃത്തിയില്ലല്ലോ കുട്ടികളെ. ആണ്ടിലൊരിക്കൽ, അതും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മാത്രമേ എനിക്കിവിടെ വരാൻ അനുവാദമുള്ളൂ. അപ്പോൾ അപ്പൂപ്പന്റെ പ്രജകളെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റൂ. ഇന്നിറങ്ങി നടന്നാലും മനസ്സിലാക്കാനുള്ളത് ഏതാണ്ടൊക്കെ മനസ്സിലാകും. അപ്പൂപ്പൻ സാധാ വേഷത്തിലായതുകൊണ്ട് ആരും സംശയിക്കുകയുമില്ല. വരൂ വരൂ. നാടു വാഴാത്ത കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവേലി നാടു വാഴാത്ത കാലം മനുഷ്യരെല്ലാം ഓരോന്നുപോലെ. ആമോദമില്ലാതെ വാഴും കാലം ആപത്തെല്ലാവർക്കും ഒട്ടുണ്ടു താനും. ആമോദമില്ലാതെ വാഴും കാലം ആപത്തെല്ലാവർക്കും ഒട്ടുണ്ടു താനും. കള്ളവും വഞ്ചനയും ചതിയും കൊള്ളകളും കൊലപാതകവും. കള്ളവും വഞ്ചനയും ചതിയും കൊള്ളകളും കൊലപാതകവും. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ ഒട്ടേറെയുണ്ട്. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ ഒട്ടേറെയുണ്ട്. തൻ കാര്യമെന്നതിനപ്പുറത്ത് ചിന്തിച്ചിടാത്തവരെങ്ങുമുണ്ട്. തൻ കാര്യമെന്നതിനപ്പുറത്ത് ചിന്തിച്ചിടാത്തവരെങ്ങുമുണ്ട്. തന്റെ അധീനത്തിലെന്തിനേയും തന്ത്രത്തിലാക്കുന്ന സ്വാർത്ഥമോഹം. തന്റെ അധീനത്തിലെന്തിനേയും തന്ത്രത്തിലാക്കുന്ന സ്വാർത്ഥമോഹം. മാനവ സ്നേഹത്തിൻ മാസ്മരമാ മാധുര്യമെത്ര കുറഞ്ഞു നാട്ടിൽ. മാനവ സ്നേഹത്തിൻ മാസ്മരമാ മാധുര്യമെത്ര കുറഞ്ഞു നാട്ടിൽ. മാനവ സ്നേഹത്തിൻ മാസ്മരമാ മാധുര്യമെത്ര കുറഞ്ഞു നാട്ടിൽ. മതി കുട്ടികളെ, മടുത്തു. ഇനി ഒന്നും കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ല. അപ്പൂപ്പനെ നമുക്ക് ആ പുഴയോരത്തോട്ട് കൊണ്ടുപോയാലോ? മനസ്സൊന്ന് തണുക്കട്ടെ. ആ ശരിയാ. ബസ്സിൽ കയറി വേണം പോകാൻ. ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. എനിക്ക് ബസിന്റെ ആവശ്യമില്ല, ഞാൻ അവിടെ എത്തിക്കൊള്ളാം. അത് വേണ്ട. നമ്മൾ അനുഭവിച്ചറിയുന്ന സുഖങ്ങളും ദുഃഖങ്ങളും വർഷത്തിൽ ഒരിക്കലെങ്കിലും അപ്പൂപ്പൻ പൂർണ്ണമായും അനുഭവിച്ചറിയണം. എങ്കിൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ.
എല്ലാരും മുമ്പോട്ട് നീങ്ങണം. ഹലോ മുമ്പോട്ട് നീങ്ങണം. ഹലോ ആൾക്കാർ യാത്രയായിട്ട് മാറിയിക്കണം. ഹലോ മാറിക്കണം മാറിക്കണം മാറിക്കണം. മനസ്സിലാവല്ലേ? മുമ്പോട്ട് നീങ്ങണം. അതുകൊണ്ടല്ലേ ബസ്സിൽ കയറിയത്. തലയില് ഞാനൊക്കെ ടിക്കറ്റ് മുന്നോട്ട് മുന്നോട്ട് മുമ്പോട്ട് നീങ്ങണം. ഉണ്ടാക്കരുത്. പ്രശ്നം ഒരു പോക്കറ്റ് ഇട് സാർ. അത് സാറിനെ വിളിച്ചോണ്ടോ? ഓണത്തിന്റെ ഇടയിലാണോടെ പുട്ട് കച്ചവടം? കയ്യിലുള്ള കാശിലോടത്ത് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരും. കാലത്തെ ഇറക്കി വിടും. പാന്റിന് പാന്റ്, ഷർട്ടിന് ഷർട്ട്. ആണുങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, പോക്കറ്റ് എളുപ്പത്തിന് ഇഷ്ടം പോലെ കാശിലാക്കല്ലേ. ഇങ്ങോട്ട് മാറടേ. കേശവല്ലേ? ആരാണ് ഒരുത്തൻ ഉടുപ്പിടാ ഇറങ്ങി വരുന്നത്? ഞാനാണ് കുഞ്ഞെ മഹാബലി. മാങ്ങാ തൊലി. ഇങ്ങോട്ട് മാറില്ല. ഇങ്ങോട്ട് മാറില്ലേ? പിള്ളേരെല്ലാം പെട്ടെന്ന് ഇറങ്ങി വന്നേ. കൊച്ചു പിള്ളേരെ പണ്ടത്തെ പിള്ളേരെ പോലെ അല്ല ഇപ്പോഴത്തെ. എങ്ങനെ പരിശോധിക്കും? വനിതാ പോലീസ് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ല. ഇങ്ങോട്ട് വേഗം പോകട്ടെ. യവൻ തന്നെ കുറ്റവാളി. ഓണത്തിന് മാവേലി, ക്രിസ്മസിന് യേശു, ചാൻസ് ഒന്നും കളയില്ല. റോഡ് കേസുകൾ നിങ്ങളുടെ ആണോ രൂപ? അതെ സാർ. എന്നാൽ അകത്ത് പോയി എഴുതി കൊടുത്തിട്ട് പണവും വാങ്ങിപ്പോയിക്കോളൂ. ശരി സാർ. കേശവപിള്ളേ, ഈ പിള്ളേരെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇറങ്ങിപ്പോ പിള്ളേരെ. കേശവപിള്ളേ സാർ, കേസ് ചാർജ് ചെയ്യുമ്പോ ആൾമാറാട്ടം മാത്രമല്ല കുട്ടികളെ തട്ടിക്കൊണ്ട് കൂടി അങ്ങ് ചാർജ് ചെയ്തോളൂ. ശരി സാർ. വ്യാജ മദ്യം, വ്യാജ ബിരുദം, വ്യാജ പോലീസ്, വ്യാജ ഡോക്ടർ എന്നിങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ വ്യാജ മാവേലി ആദ്യമായിട്ടാ കാണുന്നേ. മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. എടോ, എന്റെ സ്വഭാവം മാറ്റിക്കരുത്. പറ, എന്താ എന്റെ ഉദ്ദേശം? കുഞ്ഞേ, എന്നെ ഇന്ന് വരെ എടോ പെടോ എന്നോ താനെന്നോ മറ്റാരും വിളിച്ചിട്ടില്ല. കേരളീയരെല്ലാം എന്നെ തിരുമേനി എന്നേ വിളിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും എന്നെ ബഹുമാനമാണ്. ഞാനാണ് മഹാബലി. ഞാൻ മലനാട് കാണാൻ ഇറങ്ങിയതാ, അല്ലാതെ വേറൊരു ഉദ്ദേശവുമില്ല. നിങ്ങൾക്ക് ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഈ മന്ദിരത്തിന്റെ പൂമുറ്റത്ത് പോയി നോക്കുവിൻ.
നമ്മളിപ്പോ അവിടെ നിന്ന് കയറി വന്നതല്ലേ ഉള്ളൂ. പിന്നെ അവിടെ എന്ത് കാണാൻ? ആ കേശവല്ലേ, ഇപ്പൊ ഒന്ന് പോയി നോക്കൂ. ഇരുന്നാലും ആ ഇരിക്കൻ ഇരിക്കൻ. ഇക്കാലത്ത് പല വേഷങ്ങളും കെട്ടിയാണ് ആൾക്കാർ മനുഷ്യരെ പറ്റിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു അബദ്ധം. തിരുമേനിയുടെ നോട്ടം കിരീടത്തിലേക്കാണ് അവന്മാരെ അകത്ത് കിടക്കുന്നത്. അവരെ പിടിച്ചോണ്ട് വന്നതേ ഉള്ളൂ. ഏതോ മഹാരാജാവിന്റെ കിരീടവും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ എവിടെന്നോ കട്ടോണ്ട് വന്നാണ്. അത് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞങ്ങൾ കൈയോടെ പിടികൂടി. അവർ കട്ടത് മറ്റാരുടേതുമല്ല, എന്റെ കിരീടവും ആഭരണങ്ങളുമാണ്. അതവർക്ക് തന്നെ കൊടുത്തേക്കൂ. ക്ഷമിക്കണം തിരുമനസേ, തൊണ്ടി സാധനങ്ങൾ കള്ളന്റെ കയ്യിൽ കൊടുത്തുവിടാൻ പോലീസ് ആക്ടിൽ വകുപ്പില്ല. മാവേലി അപ്പൂപ്പൻ എത്ര പാവമാ. ഒരു സംശയം, അപ്പുപ്പ ഈ പാതാളം എവിടെയാണ്? 7 ലോകങ്ങൾക്കും അപ്പുറം. 7 ലോകമോ? ഒരു ലോകമല്ലേ ഉള്ളൂ അപ്പൂപ്പ, ഭൂലോകം. അല്ല, ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെ മുകളിലോട്ട് 7 ലോകം. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഇങ്ങനെ 7 ലോകം താഴോട്ട്. എന്തിനാണ് അപ്പൂപ്പനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്? ഒരു അസുര രാജാവ് ഭൂമിയിൽ നല്ല ഭരണം കാഴ്ചവെച്ചു. ജനങ്ങൾക്ക് എന്നും ക്ഷേമവും ഐശ്വര്യവും തന്നെ. ഇതിൽ നിരാശരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ട് സങ്കടം പറഞ്ഞു. എന്നിട്ട് എന്തായി അപ്പൂപ്പ? മഹാവിഷ്ണു തന്നെ വാമനന്റെ വേഷത്തിൽ വന്ന് എന്നോട് 3 അടി മണ്ണ് ചോദിച്ചു. ദാനം ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ഞാൻ അളന്നെടുക്കാൻ പറഞ്ഞു. പക്ഷെ ആകാശത്തോളം വളർന്ന വാമനൻ ഭൂലോകവും മറ്റു ലോകങ്ങളും 2 ചുവടുകൾ കൊണ്ട് അളന്നു. അടുത്ത ചുവട് വയ്ക്കാൻ ഞാൻ എന്റെ തല കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ഓ, ഇന്നായിരുന്നെങ്കിൽ എന്തെല്ലാം വകുപ്പുകൾ ഉണ്ടായിരിക്കുന്നു. ആൾമാറാട്ടം IPC 417, ബലാത്കാരമായി സ്ഥാനഭ്രഷ്ടനാക്കൽ, ജനങ്ങളുടെ സ്വൈരജീവൻ തടസ്സപ്പെടുത്തൽ, മനുഷ്യാപഹരണം തുടങ്ങിയ വകുപ്പുകൾ. പിന്നെ ദേവന്മാരുടെ പേരിൽ പ്രേരണാക്കുറ്റം IPC 109. ഇന്നായിരുന്നെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ജയിലിലടയ്ക്കാമായിരുന്നു. ജയിലിടിഞ്ഞാൽ പോലും ജാമ്യം കിട്ടില്ല. ഈ വകുപ്പുകളും പോലീസ് സ്റ്റേഷനും ഒക്കെ എങ്ങനെ ഉണ്ടായി? തിരുമനസേ, അങ്ങ് പോയതോടുകൂടി ആൾക്കാരുടെ സ്വഭാവമൊക്കെ മാറി. പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ കുറഞ്ഞു. മോഷണം, കൊള്ള, കൊല, ചതി എന്ന് വേണ്ട എല്ലാ വൃത്തികേടുകളും ഉണ്ട്. അതിനെയൊക്കെ നേരിടാൻ പോലീസും ഉണ്ട്. ഇവരെയൊക്കെ ഒന്ന് ഇറക്കി നിർത്തിക്കൂടെ? കേശവപിള്ളേ, ഇവൻ ഒറ്റ കുത്തിന് ഒരുത്തനെ കൊന്നു. ഇത് മായം, മറിമായം, ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കുന്നവൻ. എളുപ്പത്തിൽ പണക്കാരനാവാം. ഇത് മോഷണം, പോക്കറ്റടി, പിടിച്ചുപറി,
കണ്ടുപിടിക്കുന്നെങ്കിലേ കുഴപ്പമുള്ളൂ, ഇല്ലെങ്കിൽ നല്ല ഗോള ദേഹാനങ്ങളുടെ പണി അല്ലടാ. ബാക്കി 4 പേര് നിർത്തുക. ഇനി എനിക്ക് ആരെ കുറിച്ചും ഒന്നും കേൾക്കണ്ട. തിരുമനസ് കേൾക്കേണ്ട കാര്യങ്ങൾ ഇനിയുമുണ്ട്. മനുഷ്യരിന്ന് ജാതിയുടെയും മതത്തിന്റെയും കക്ഷി രാഷ്ട്രീയത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്നു. കൊലയും കൊള്ളിവയ്പ്പുമാണ് എങ്ങും. സംഘർഷവും ബന്ധം കാരണം ജനജീവിതം ആകെ തടസ്സപ്പെടുന്നു. ഇത്രയും നാളത്തെ എന്റെ പ്രജകളെ കുറിച്ചുള്ള ധാരണ തെറ്റായിരുന്നുവെന്ന് എനിക്ക് ഈ യാത്രയിലൂടെ മനസ്സിലായി. ഇനി ഞാൻ ഈ ഭൂമിയിലേക്കില്ല. ഇതിനേക്കാൾ സുഖകരം പാതാളം തന്നെ. അരുത്, അരുത് തിരുമേനി, അരുത്. അങ്ങ് ഓരോ പ്രാവശ്യവും വരുന്നത് ഓരോ വസന്തവും കൊണ്ടാണ്. അപ്പോഴാണ് ഞങ്ങളെല്ലാം മറന്ന് സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുന്നത്. അങ്ങയെ എതിരേൽക്കാൻ വേണ്ടി ഞങ്ങൾ അത്യാഹ്ലാദപൂർവ്വം ഓണം ആഘോഷിക്കുന്നു. കഴിഞ്ഞ കാല നന്മകളുടെ ബാക്കിയായി ഇനി അത് മാത്രമേ ഉള്ളൂ. അതും കൂടി നശിച്ചാൽ തിരുമേനി ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങയുടെ കിരീടവും ആഭരണവും മോഷ്ടിച്ച ഞങ്ങൾ എത്ര പാപികളാണ്. അറിയാതെ പറ്റിപ്പോയതാണ്. ഞങ്ങൾ ഇതോടുകൂടി നല്ലവരാകും. അങ്ങ് എല്ലാ ഓണത്തിനും വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരണം. ഞാൻ വരും. ഈ ലോകമുള്ളിടത്തോളം കാലം തിരുവോണ നാളിൽ കേരള മക്കളെ കാണാൻ ഞാൻ വരും.